ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും പോകണമെന്നും കാണണമെന്നും ആഗ്രഹിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇടുക്കിയിൽ. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. ആയിരക്കണക്കിനടി ഉയരത്തിൽ തണുത്ത കാറ്റും മഞ്ഞു മൂടുന്ന കാലാവസ്ഥയും വരയാടുകളുമൊക്കെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. വരയാടുകളുടെ പ്രജനന കാലം അവസാനിച്ചതോടെ ഇരവികുളം ദേശീയ ഉദ്യാനം സഞ്ചാരികൾക്കായി തുറന്നിട്ടുണ്ട്. വരയാടുകളുടെ പ്രജനനകാലത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഇരവികുളം ദേശീയോദ്യാനം അവധിക്കാലത്തിന് മുന്നോടിയായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സഞ്ചാരികൾക്കായി തുറന്നു നൽകിയത്. പ്രധാന ആകർഷണം വരയാട്ടിൻ കൂട്ടങ്ങൾ തന്നെ. മനുഷ്യ വന്യജീവി സംഘർഷം വലിയ തോതിൽ നിലനിൽക്കുന്ന ഇടുക്കിയിൽ വരയാടും മനുഷ്യനും തമ്മിലുള്ള അടുത്തിടപഴകൽ മറ്റൊരു കാഴ്ച കൂടിയാണ്. വീട്ടിൽ വളർത്തുന്ന ആട്ടിൻകുട്ടികളെ പോലെ ഇവ സഞ്ചാരികൾക്കിടയിലൂടെ സഞ്ചരിക്കും. വന്യതയുടെ നടുവിൽ നിന്ന് വരയാട്ടിൻ പറ്റങ്ങളെ കാണുന്നതിനായി മലമുകളിലേക്ക് എത്താൻ വനം വകുപ്പ് വാഹന സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവധിക്കാലം ആഘോഷമാക്കാൻ കുട്ടികളുമൊത്തു കുടുംബമായി നിരവധി സഞ്ചാരികളാണ് ഇരവികുളത്തിന്റെ മലമുകളിലേക്ക് എത്തുന്നത്. നല്ല കാലാവസ്ഥ, നല്ല മഞ്ഞാണ്, കോട ഇറങ്ങി നിൽപ്പുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അടിപൊളിയാണ്. നല്ല ബ്രീത്തും നല്ല എയറൊക്കെ ഉണ്ട്. അടിപൊളി. കത്തി നിൽക്കുന്ന വേനൽ ചൂടിലും ഇവിടുത്തെ തണുത്ത കാറ്റും മഞ്ഞുമൂടുന്ന കാലാവസ്ഥയും വ്യത്യസ്തമായ അനുഭവമാണ് സഞ്ചാരികൾക്ക് പകർന്നു നൽകുന്നത്. സൂപ്പർ അടിപൊളി. ഇത്ര ക്ലൈമറ്റ് പ്രതീക്ഷിച്ചില്ല. സൂപ്പർ അടിപൊളി മഞ്ഞ്. ഇരവികുളത്ത് മാത്രമല്ല, ഇടുക്കിയുടെ മറ്റു വിനോദസഞ്ചാര മേഖലകളിലും തിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് വീണ്ടും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിനോദസഞ്ചാര മേഖല. കത്തി നിൽക്കുന്ന വേനൽ ചൂടിലും മഞ്ഞും കുളിരും കൊണ്ട് മനോഹരമായി നിൽക്കുന്ന ഇരവികുളത്തിന്റെ മനോഹാരിത തേടി അവധിക്കാലം ആഘോഷമാക്കാൻ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.